കൊല്ലം ജില്ലയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ സംഭവം. അതിരാവിലെ 6 മണിയോടുകൂടി കൊല്ലം SP ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. കൊല്ലം നഗരത്തിലെ ഫ്ലൈ ഓവറിന് താഴെയായി ശരീരമാസകലം ചോര പുരണ്ട നിലയിൽ ആരോ ഒരാളുടെ മൃതദേഹം കമഴ്ത്തിയിട്ട നിലയിൽ കിടക്കുന്നു. വിവരം കേട്ട ഉടൻ തന്നെ പോലീസ് സംഘം കൊല്ലം ഫ്ലൈ ഓവറിന് സമീപത്തേക്ക് പാഞ്ഞു. കമഴ്ന്നു കിടക്കുന്ന രീതിയിലുള്ള ആ മൃതദേഹം കൂട്ടത്തിലൊരു പോലീസുകാരൻ ഇറങ്ങി നിവർത്തിയിട്ടതും തൊട്ടടുത്ത് കൂടി നിന്ന ആളുകളും പോലീസുകാരും ഭയപ്പെട്ടുകൊണ്ട് പിന്നിലേക്ക് മാറി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ മൃതദേഹത്തിന്റെ തലയുടെ ഒരു ഭാഗം കാണാനില്ലായിരുന്നു. തലയോട്ടി പൂർണ്ണമായും തകർന്ന് തലച്ചോറ് വരെ പുറത്തു വന്ന അവസ്ഥ. കഴുത്തിലെ വലിയ മുറിവിൽ നിന്നും ചോര പുറത്തേക്ക് ഒലിക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും തുടർന്നുള്ള പോസ്റ്റ്മോർട്ടത്തിനായി താലൂക്ക് ആശുപത്രിയിലേക്ക് ആ ബോഡി ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. മരണപ്പെട്ട വ്യക്തിയുടെ ഐഡന്റിറ്റി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ദൗത്യം. ഇതിന്റെ ഭാഗമായി ഫുട്പാത്തിൽ കണ്ട ആളുകളോടും തൊട്ടടുത്ത് കൂടി നിന്ന ആളുകളോടും പ്രദേശത്തെ കടക്കാരോടും ഒക്കെ തന്നെ അയാൾ ആരാണെന്ന് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. മൃതദേഹം കിടന്ന ഭാഗത്തെ തിരച്ചിലിനൊടുവിൽ പോലീസിന് രക്തക്കറ പുരണ്ട വലിയൊരു പാറക്കല്ലാണ് തെളിവായി ലഭിച്ചത്. ഇതോടുകൂടി ആ പാറക്കല്ല് ഉപയോഗിച്ചാണ് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ തലച്ചോറും തലയോട്ടിയും അടക്കം അടിച്ചു തകർത്തതെന്നും കഴുത്തിൽ മുറിവുണ്ടാക്കിയതെന്നും പോലീസിന് വ്യക്തമായി. എന്നാൽ ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ ആ കല്ലിൽ നിന്നോ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്നോ വിരലടയാളങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല. കൊലയാളി ഒരുപക്ഷെ ഗ്ലൗസ് ധരിച്ചിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി. കൊല്ലപ്പെട്ട ആളെയും കൊലപാതകയെയും കുറിച്ചുള്ള വിവരങ്ങൾ തേടി പോലീസ് അന്നൊരു പകലും രാത്രിയും മുഴുവൻ അലഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മുളങ്കാടകം ക്ഷേത്രത്തിന് സമീപത്ത് പത്രം വിതരണം ചെയ്യാൻ പോയ ഒരു പയ്യൻ ഒരു കാഴ്ച കണ്ട് പ്രദേശവാസികളെ വിളിച്ചുകൂട്ടി. മുളങ്കാടകം ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു കടയുടെ വരാന്തയിൽ ഒരു മനുഷ്യൻ കമഴ്ന്ന നിലയിൽ കിടക്കുന്നു. അയാളുടെ തൊട്ടടുത്തായി രക്തം തളം കെട്ടി കിടപ്പുണ്ട്. ഉടൻ തന്നെ പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിച്ചു. ഇത്തവണ കൊല്ലപ്പെട്ട് കിടക്കുന്ന വ്യക്തിയെ നാട്ടുകാർക്കറിയാമായിരുന്നു. കടയുടെ തിണ്ണയിൽ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്ന വ്യക്തി അതേ കടയിൽ തന്നെ ജോലി ചെയ്യുന്ന അപ്പുക്കുട്ടൻ ആചാരി എന്ന വ്യക്തിയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായിരുന്ന അപ്പുക്കുട്ടൻ ആചാരി കടയിലെ ജോലിക്ക് ശേഷം അതേ കടയുടെ വരാന്തയിൽ തന്നെ കിടന്നുറങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലായി കൊല്ലം നഗരത്തെ നടുക്കിയ 2 കൊലപാതകങ്ങളാണ് നടന്നത്. ഇത്തവണയും ഫോറൻസിക് സംഘത്തിനോ ഡോഗ് സ്ക്വാഡിനോ പ്രത്യേകിച്ച് തെളിവുകളോ വിരലടയാളങ്ങളോ ഒന്നും തന്നെ ലഭിച്ചില്ല. അവിടെ നിന്നും പോലീസിന് ലഭിച്ച ഒരേ ഒരു തെളിവ് രക്തം പുരണ്ട നിലയിലുണ്ടായിരുന്ന പാറക്കല്ലാണ്. ആ പാറക്കല്ല് ഉപയോഗിച്ചാണ് അയാളെ കൊലപ്പെടുത്തിയതെന്ന് ഇതിൽ നിന്നും വ്യക്തമായി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പിറ്റേ ദിവസം തന്നെ മരണപ്പെട്ട 2 വ്യക്തികളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പിൻകഴുത്തിലും തലയിലും പാറക്കല്ല് കൊണ്ട് ശക്തമായി ഇടിച്ചതിന്റെ ഫലമായി തലച്ചോറും കഴുത്തും ചിതറിയതിന്റെ ഫലമായി അവരുടെ നട്ടെല്ല് പൊട്ടിയതാണ് മരണകാരണം. വേറെ യാതൊരു തരത്തിലുമുള്ള ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണവും ഉണ്ടായിട്ടില്ല. മരണപ്പെട്ട വ്യക്തികൾ തമ്മിൽ യാതൊരു ബന്ധവും ഉള്ളവരല്ല എന്ന് പോലീസ് കണ്ടെത്തി. ഇതോടൊപ്പം തന്നെ മരിച്ച ആളുകളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന തുച്ഛമായ പൈസ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മോഷണമൊന്നും നടന്നതിന്റെ ലക്ഷണവുമില്ല. കൊലപാതകത്തിന് പിന്നിൽ ഒരു വ്യക്തിയാണോ അതോ ഒരു ടീം തന്നെ ഉണ്ടോ എന്നുള്ള പോലീസിന്റെ അന്വേഷണം അവിടെ ആരംഭിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം തന്നെ അപ്പുക്കുട്ടനാചാരി ജോലി ചെയ്തിരുന്ന കടയുടെ ഉടമയെ പോലീസ് ചോദ്യം ചെയ്തു. എല്ലാ ദിവസവും ഏകദേശം 10:30 മണിയോടുകൂടിയാണ് കടയടയ്ക്കുന്നത്. ഈ സമയത്ത് അപ്പുക്കുട്ടനാചാരി കടയുടെ പുറത്തുണ്ടാകും. പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം അവിടെ തന്നെ കിടന്ന് അദ്ദേഹം ഉറങ്ങും. രാവിലെ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം കടയുടമ കടയിലെത്തി കട തുറക്കുമ്പോഴേക്കും അപ്പുക്കുട്ടനാചാരി അവിടെ എത്തും. അതായിരുന്നു പതിവ്. സംഭവം നടന്ന ദിവസവും രാത്രി 10:30 കടയുടമ കടയടച്ചു പോയിരുന്നു. ഈ സമയത്ത് അപ്പുക്കുട്ടനാചാരി കടയുടെ മുൻവശത്തുണ്ടായിരുന്നു. കടയുടമയുടെ ഭാഗത്തു നിന്നും ഇത്രയും കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കൊലയുമായി ബന്ധപ്പെടുത്തുന്ന യാതൊരുവിധ ലിങ്കുകളും പോലീസിന് ലഭിച്ചില്ല. ഇതോടുകൂടി അപ്പുക്കുട്ടനാചാരിയോട് വ്യക്തിവൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി ആളുകളെ പോലീസ് മഫ്തിയിൽ ഇറക്കിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. അങ്ങനെ രാത്രികാല പോലീസ് പെട്രോളിംഗും ശക്തമാക്കി. അപ്പുക്കുട്ടനാചാരിയുടെ മരണത്തിന് ശേഷമുള്ള 3 ദിവസം പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. 4-ാം നാൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരാൾ ഫ്ലൈ ഓവർ വഴി ഇറങ്ങി വരുമ്പോഴാണ് ഫ്ലൈ ഓവറിന് താഴെയായി ഒരാൾ കമഴ്ന്നു കിടക്കുന്ന നിലയിൽ കിടക്കുന്നത് കണ്ടത്. ചുറ്റും രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. മറ്റ് 2 കൊലപാതകങ്ങളിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഈ കൊലപാതകത്തിനുണ്ടായിരുന്നു. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് കൊലപാതകിയും കൊല്ലപ്പെട്ട ആളും തമ്മിൽ ബലപ്രയോഗം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. തൊട്ടടുത്തായി കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ സ്ലിപ്പർ ചെരുപ്പ് പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഷർട്ടും കീറിയ നിലയിലായിരുന്നു. എന്നാൽ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെടാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് 2 കൊലപാതകങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇയാളെയും കൊല്ലുക എന്നുള്ള ലക്ഷ്യം മാത്രമേ കൊലപാതകിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പോലീസ് നിഗമനത്തിലെത്തി. മറ്റ് 2 കേസിലും കാണപ്പെട്ടതുപോലെ തന്നെ കൊല ചെയ്യാൻ ഉപയോഗിച്ച കരിങ്കല്ല് രക്തം പുരണ്ട നിലയിൽ മൃതദേഹത്തിന് തൊട്ടരികിലായി കിടപ്പുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി വിട്ടു നൽകി. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വഴിയരികിൽ കിടക്കുന്ന ആളുകളെ കൊല്ലുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ നഗരത്തിൽ എത്തിയിട്ടുണ്ട്
എന്നുള്ള വാർത്ത പരന്നതോടുകൂടി കൊല്ലം നഗരത്തിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പിന്നീടങ്ങോട്ട്. മേലുദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നൈറ്റ് പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കി. നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കിയെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥരും ഒറ്റതിരിഞ്ഞ് രാത്രികാലങ്ങളിൽ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വന്നു. അങ്ങനെ ഒരു ദിവസം നൈറ്റ് പെട്രോളിംഗ് തകൃതിയായി നടക്കുന്ന സമയത്താണ് ഫുട്പാത്തിലൂടെ ആരോ ഒരാൾ നടന്നു നീങ്ങുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് സംഘം ഉടൻ തന്നെ അയാളെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. എന്നാൽ പോലീസിന്റെ ചോദ്യങ്ങൾക്കൊക്കെ മറ്റെന്തൊക്കെയോ മറുപടികളാണ് അയാൾ നൽകുന്നത്. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്ന മാനസിക പ്രശ്നമുള്ള ഇയാളും നാളെ ഒരുപക്ഷെ കൊലയാളിയുടെ ഇരയായേക്കാമെന്നുള്ള തോന്നലിൽ പോലീസ് അയാളെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി. അങ്ങനെ പോലീസ് പെട്രോളിംഗ് ശക്തമായ 6 ആഴ്ചകൾ കടന്നുപോയി. ഈ ദിവസങ്ങളിലൊന്നും തന്നെ ഒരു കൊലപാതകവും റിപ്പോർട്ട് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യമായതിനാൽ പോലീസ് പെട്രോളിംഗും പതുക്കെ പതുക്കെ തണുത്തു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അതിരാവിലെ 6 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. പോലീസ് സംഘം ഓടിയെത്തിയത് കൊല്ലത്തെ സെന്റ് ജോസഫ് കോൺവെന്റിന് സമീപത്തേക്കാണ്. കോൺവെന്റിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഒരാൾ ചാരിയിരിക്കുകയാണ്. തൊട്ടടുത്തായി അയാളുടെ ചെരുപ്പ് ഊരിയിട്ടിട്ടുണ്ട്. അയാളുടെ തലപൊട്ടി ചോര വാർന്നൊലിക്കുകയാണ്. സമീപത്തായി ഒരു രക്തം പുരണ്ട കല്ലും കിടപ്പുണ്ട്. കഴിഞ്ഞ 1.5 മാസക്കാലമായി പോലീസ് കാണാതിരുന്ന ആ കാഴ്ച അതാ വീണ്ടും കൺമുൻപിൽ. രാവിലെ ബസ് കയറുന്നതിനായി സ്റ്റോപ്പിലേക്കെത്തിയ ആളുകളാണ് ഈ കാഴ്ച കണ്ടതും പോലീസിനെ വിവരം വിളിച്ചറിയിച്ചതും. ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം സ്ഥലത്തേക്കെത്തി. ഫോറൻസിക് സംഘം പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു വിരലടയാളം പോലും കണ്ടെത്താനായില്ല. കൊല്ലപ്പെട്ടത് 55-കാരനായ തങ്കപ്പൻ എന്നയാളാണ്. അയാൾ അതിരാവിലെ 5 മണിയുടെ ബസ്സിന് തിരുവനന്തപുരത്തേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയതായിരുന്നു. 5 മണിയുടെ ബസ്സിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട ആവശ്യമുള്ളതിനാൽ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങുന്ന കാര്യം തങ്കപ്പൻ തൊട്ടടുത്തുള്ള അയൽവാസിയോട് പറഞ്ഞിരുന്നു. അയൽവാസിയാണ് ചോദ്യം ചെയ്യലിൽ അക്കാര്യം പോലീസിനോട് പറഞ്ഞത്. 5:15 തിരുവനന്തപുരം ഫാസ്റ്റിന് പോകാനാണ് തങ്കപ്പൻ വീട്ടിൽ നിന്നിറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ 5 മണിക്കും 5:15 ഇടയിലുള്ള സമയത്തായിരിക്കാം തങ്കപ്പൻ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് വിലയിരുത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി അയച്ചു. നേരത്തെ നടന്ന 3 കൊലപാതകങ്ങളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് സമാനമായിരുന്നു തങ്കപ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. ഈ 4 കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് കൊല്ലം ടൗണിൽ ഏകദേശം 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ്. കൊലപാതകി പോലീസിന്റെ തൊട്ടടുത്തുണ്ടെന്ന് തന്നെ വ്യക്തമായി. അങ്ങനെ പോലീസ് കൊല്ലം നഗരം മുഴുവൻ അരിച്ചു പറക്കി തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം കൊല്ലം നഗരസഭാ കാര്യാലയത്തിന് മുൻപിലായി തോത്തുകൊണ്ടിരിക്കുന്ന ശാന്ത എന്ന സ്ത്രീ അവിടെ വരാന്തയിൽ ഒരാൾ കിടക്കുന്നതായി കണ്ടു. എന്തോ അസ്വാഭാവികത തോന്നിയ സ്ത്രീ പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അയാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. 45 വയസ്സ് പ്രായം വരുന്ന സുദർശനൻ എന്ന വ്യക്തിയാണ് മരിച്ചത്. അയാൾ പതിവായി അവിടെ തന്നെയായിരുന്നു കിടന്നുറങ്ങാറുള്ളത്. പഴയതുപോലെ തന്നെ പോലീസിന് അവിടെ നിന്ന് രക്തക്കറ പുരണ്ട വലിയൊരു പാറക്കല്ലിൽ. കൊല്ലം നഗരത്തിന് പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. 3 മാസത്തിനകം 5 കൊലപാതകങ്ങളാണ് ഏകദേശം 3 കിലോമീറ്റർ ചുറ്റളവിൽ നടന്നിരിക്കുന്നത്. കൊല്ലം നഗരത്തെ ഭീതിയുടെ നിഴലിലാക്കിയ ആ സീരിയൽ കില്ലറിന് സ്റ്റോൺമാൻ എന്നൊരു പേര് വിട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഒരാൾ ഓടിയെത്തി. അയാളെ ആരോ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. കൊല്ലം മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് SN കോളേജിലേക്ക് പോകുന്ന ഇടവഴിയിൽ കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് വെച്ച് ആരോ ഒരാൾ ചെടികൾക്കിടയിൽ നിന്നും അയാൾക്ക് നേരെ ഒരു കല്ലുമായി ചാടി വീഴുകയായിരുന്നു. ആക്രമിയുടെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് എങ്ങനെയോ അയാൾ ഓടി രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷൻ വരെ എത്തുകയായിരുന്നു. ഭയന്ന് വിറച്ച് ഓടിയ അയാൾ മരണവെപ്രാളത്തിൽ ആക്രമിയുടെ മുഖം പോലും ശ്രദ്ധിച്ചില്ല. പാന്റും ഷർട്ടും ധരിച്ച മെലിഞ്ഞ ഒരു രൂപം മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി അരിച്ചു പറക്കിയെങ്കിലും ആക്രമിയുടെ പൊടി പോലും കണ്ടെത്താനായില്ല. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കൊല്ലം നെഹ്റു പാർക്കിൽ അസ്വാഭാവികമായ നിലയിൽ ഒരാളെ കണ്ടെത്തി എന്നുള്ള വിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഒരാളെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്ന അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ അയാളെ അടുത്ത ദിവസം രാവിലെ തന്നെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാരിൽ ഒരാൾ സ്റ്റേഷനിലിരിക്കുന്ന അപരിചിതനെ കണ്ട് തീർത്തും ഞെട്ടി. ഏതാനും നാളുകൾക്ക് മുൻപ് ഇയാളെ തന്നെയാണല്ലോ നമ്മൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയച്ചത്. ഇയാൾ വീണ്ടും എത്തിയോ എന്നായിരുന്നു പോലീസുകാരന്റെ ചോദ്യം. ഈ വിവരം ആ പോലീസുകാരൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്തു. പോലീസുകാർ തന്നെ തിരുവനന്തപുരം ഊളംപാറയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു രോഗിയെ പോലീസിനെ പോലും അറിയിക്കാതെ രോഗം ഭേദമാകുന്നതിന് മുൻപ് എന്തുകൊണ്ടാകാം ആശുപത്രിക്കാർ പുറത്തുവിട്ടതെന്നായിരുന്നു പോലീസിന്റെ സംശയം. പോലീസ് അയാളെ ആദ്യമായി ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്വന്തം പേരോ വീടോ നാടോ ഒന്നും തന്നെ അറിയാൻ കഴിയാത്തൊരു മനോനിലയിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസ് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു. തങ്ങൾ അഡ്മിറ്റ് ചെയ്ത ഒരു പ്രതിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവരമറിയിക്കാതെ തന്നെ പുറത്തുവിട്ടതെന്നായിരുന്നു പോലീസ് ചോദിച്ചത്. എന്നാൽ അവർ പറഞ്ഞ മറുപടിയാകട്ടെ തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു. അയാളെ ഞങ്ങൾ പരിശോധിച്ചു നോക്കി, പക്ഷേ അയാൾക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അയാളുടെ പേര് നവാസ് എന്നാണ്. 2 ആഴ്ചത്തെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലൊടുവിൽ ഒരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അയാളെ വിട്ടയച്ചത്. ഇത് കേട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആകെ ഞെട്ടി. വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു.
അപ്പോൾ തന്നെ പോലീസുകാരുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായി. ഇപ്പോൾ നടന്ന 5 കൊലകളും നവാസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു. കൊല്ലം നഗരത്തിൽ 3 കൊലപാതകങ്ങൾ നടന്ന ശേഷമായിരുന്നു പോലീസ് നവാസിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. മാനസിക വിഭ്രാന്തി കാണിച്ച അയാളെ തിരുവനന്തപുരം മെന്റൽ ഹോസ്പിറ്റലിലാക്കിയതിനു ശേഷം അയാൾ അവിടെ കഴിഞ്ഞിരുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് കൊല്ലത്ത് മറ്റൊരു കൊലപാതകങ്ങളും നടക്കാതെയിരുന്നത്. ഡോക്ടർമാരുടെ റെക്കോർഡുകൾ പ്രകാരം അയാൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമാണ് വീണ്ടും കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങിയത്. ഈ ഒരു സംശയം കാരണമാണ് പോലീസ് നവാസിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയ നവാസിനെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോൾ തന്നെ എല്ലാ കൊലപാതകവും താൻ തന്നെയാണ് നടത്തിയതെന്ന് നവാസ് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ആ കൊലപാതകങ്ങൾക്ക് പുറമെ മറ്റ് 2 പേരെ കൂടി താൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിന് തനിക്ക് 2 തവണ ശിക്ഷയും ലഭിച്ചിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു. ഇത് കേട്ട പോലീസ് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. ഇത്തരത്തിൽ 2 കൊലപാതകങ്ങൾ നടത്തിയ ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാതെയായിരുന്നു അന്ന് പോലീസ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അയാളെ അയച്ചത്. ഇതോടുകൂടി നവാസിന്റെ ഹിസ്റ്ററി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. കൊല്ലം മുണ്ടക്കലിലുള്ള രാജശേഖരൻ എന്ന വ്യക്തിയെയായിരുന്നു നവാസ് ആദ്യമായി കൊലപ്പെടുത്തിയത്. ആ കൊലപാതക കേസിൽ അറസ്റ്റിലായ നവാസ് ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം മാനസിക വിഭ്രാന്തിയുണ്ടെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയായിരുന്നു. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം കാരിക്കോട് എന്ന സ്ഥലത്തുള്ള ഷമീർ എന്ന വ്യക്തിയെയും നവാസ് കൊലപ്പെടുത്തി. ഈ കേസിലും പോലീസ് നവാസിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതി അയാളെ വെറുതെ വിട്ടു. അങ്ങനെ പുറത്തിറങ്ങിയ നവാസാണ് വീണ്ടും 5 കൊലപാതകങ്ങൾ കൂടി നടത്തിയത്. എല്ലാ കുറ്റങ്ങളും സംബന്ധിച്ച നവാസിന് മേൽ FIR ഇട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. നേരത്തെ സ്ഥിരമായി തല മൊട്ടയടിച്ച് ലൂസ് പാന്റും ഷർട്ടും ധരിച്ച് നടന്നിരുന്ന മൊട്ട നവാസിനെ പോലീസുകാർക്ക് അറിയാമായിരുന്നു. എന്നാൽ മുടി നീട്ടി വളർത്തി രൂപമാറ്റത്തോടുകൂടി നടന്നിരുന്ന മൊട്ട നവാസിനെ പോലീസ് തിരിച്ചറിയാഞ്ഞതാണ് വലിയ വെല്ലുവിളിയായത്. സ്ഥിരമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന നവാസ് രാത്രികാലങ്ങളിൽ ഉറക്കം വിട്ട് എഴുന്നേറ്റ് നടക്കും. അർദ്ധരാത്രിയിൽ വഴിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ തിരഞ്ഞുപിടിച്ച് അയാൾ കൊലപ്പെടുത്തും. അങ്ങനെ കോടതിയിൽ വിചാരണ ആരംഭിച്ചു. മൊട്ട നവാസിനെ കോടതിയിൽ ഹാജരാക്കി. അയാൾക്ക് വേണ്ടി ഹാജരായത് പ്രഗത്ഭനായ ഡോക്ടർ ആനന്ദ് ബ്രഹ്മാനന്ദ് എന്ന വക്കീലായിരുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മൊട്ട നവാസിന്റെ തലയിൽ പോലീസ് കുറ്റങ്ങൾ ചാർത്തിയതാണെന്ന് വക്കീൽ കോടതിയിൽ വാദിച്ചു. ഇതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട എല്ലാ വ്യക്തികൾക്കും നവാസിനേക്കാളും ആരോഗ്യമുള്ള വ്യക്തികളായിരുന്നു. നവാസിനേക്കാൾ ആരോഗ്യമുള്ള വ്യക്തികളെ ഒരു ബലപ്രയോഗവും കൂടാതെ ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള ആരോഗ്യമൊന്നും മൊട്ട നവാസിനെ പോലെ ഒരു വ്യക്തിക്ക് ഇല്ല എന്ന് വക്കീൽ ആനന്ദ് കോടതിയിൽ സമർത്ഥിച്ചു. ഘോരമായി നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ മൊട്ട നവാസിനെ കോടതി വെറുതെ വിട്ടു. പുറത്തിറങ്ങിയ നവാസിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഒരു പക്ഷേ അയാൾ ഇപ്പോഴും നമുക്കിടയിൽ തന്നെ ഉണ്ടാകും. കൊല്ലം ജില്ലയിൽ നിരവധി കൊലപാതകങ്ങൾ നടത്തിയ അയാൾ ഒരു പക്ഷേ ജില്ല വിട്ട് മറ്റേതെങ്കിലും ജില്ലയിലേക്ക് ചേക്കേറിയിട്ടുണ്ടാകും.